നമസ്കാരം. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് പൗരനെ വധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ലയിലെ ശ്രീകരൺപൂരിന് സമീപം പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. അതിർത്തി വേലിക്ക് സമീപം സംശയാസ്പദമായ നിലയിൽ കണ്ട ഈ പാക് പൗരനോട് BSFന്റെ സൈനികർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇയാൾ അതിർത്തി വേലിക്കരികിലേക്ക് നടന്നു വരികയായിരുന്നു. അതോടുകൂടിയാണ് സുരക്ഷാ ലംഘനം ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായി BSF ഈ പാക് പൗരന് നേർക്ക് വെടിയുതിർത്തിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ലോക്കൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്നത് അറിയുന്നതിന് വേണ്ടി കൃത്യമായ അന്വേഷണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രാജസ്ഥാനിലെ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് BSF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും അനധികൃതമായ ഒരു നുഴഞ്ഞുകയറ്റവും അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അതിർത്തിയിലുള്ള സൈനികർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ നീക്കം പോലും കൃത്യമായി ഒരു തടയിടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ അന്വേഷണം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട്. എല്ലാ അതിർത്തിയിലും കൃത്യമായ സുരക്ഷ സൈന്യം ഉറപ്പുവരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.